നമ്മൾ ട്രിഗണോമെട്രിയിലെ ആംഗിൾസ് എന്താണെന്നും ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് ആംഗിൾസും കണ്ടു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഡിയൻ മെഷർ എന്താണെന്നും മനസ്സിലാക്കി. ഇനി ലെറ്റ്സ് സീ ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയൻ ആൻഡ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സും റേഡിയൻ മെഷേഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം റിയൽ നമ്പേഴ്സിൽ ഇൻഡിജേഴ്സ്, natural numbers, rational numbers, irrational numbers, all the types of numbers are included in the set of real numbers. So, radian measure la varuna measures ellam real numbers thanneyaano allengil ava thammil vera endengilum relation undo ennu namukku nokkam. So, here we have a unit circle. Unit circle means circle of radius 1 unit. Okay. And here on this unit circle, let us consider a point A. This circle la oru point edukkunnu A. So center O ine A enna point umayittu join cheyyumbol we get the radius of the circle. It's a unit circle, so radius is 1 unit. Okay. Now consider OA, the initial side of the angle. Okay, ഒരു ആംഗിൾ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യണം ബിക്കോസ് വി ഹാവ് ടു കണക്ട് ഇറ്റ് ടു റേഡിയൻ മെഷർ. റേഡിയനിലേക്ക് കണക്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ആംഗിളിന്റെ ഇനിഷ്യൽ സൈഡായിട്ട് OA എടുക്കും. ഈ ഫിക്സഡ് ലൈനിൽ ഒരു റിവോൾവിംഗ് ലൈൻ ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. വി കൺസിഡർ എ റിവോൾവിംഗ് ലൈൻ ഓൺ ദിസ് ഫിക്സഡ് ലൈൻ. ഓക്കെ, സപ്പോസ് ദാറ്റ് റിവോൾവിംഗ് ലൈൻ ഈസ് മൂവിംഗ് ഓൺ ദ സർക്കിൾ അപ് ടു 1 യൂണിറ്റ്. ഒരു യൂണിറ്റ് വരുന്നത് വരെ ആ ഒരു റിവോൾവിംഗ് ലൈൻ ഈ സർക്കിളിലൂടെ മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. സപ്പോസ് ദാറ്റ് പോയിന്റ്, ആ 1 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കുന്ന ആ പോയിന്റിന് ഞാൻ B എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ഈ ഇപ്പോൾ ഉള്ള ഈ ഒരു പോയിന്റ് B സെന്ററുമായിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിളാണ് 1 റേഡിയൻ വരെ. ദിസ് ഈസ് 1 റേഡിയൻ. Okay, here OB is the terminal side of the angle. The angle is made 1 radian. The length of minor arc of the unit circle ഇവിടെ 1 unit ആണ്. ഇത് minor arc ആണ്, ഇത് major arc. Okay, minor arc സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 1 radian ആണ് because minor arcന്റെ length 1 unit ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് central angle theta is equal to length of arc by radius ആണ്. So theta is equal to length of arc 1 unit ആണ്, radiusum 1 ആണ്. So that is 1 radian. Theta is equal to 1 radian. Now let us consider the same unit circle and the initial side OA, the radius of the circle. So idoru unit circle ആണ്. OA radius of the circle ആണ്. ഓക്കെ, ഇനി A എന്ന പോയിന്റിൽ let us consider a tangent. Tangent means what? സർക്കിളിൽ ഒരേ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് എടുത്തു. അതിലൊരു പോയിന്റ് ആണ് A. ഓക്കെ, A is the point of contact. PAQ. Okay, ഇനി ഈ ടാൻജന്റിന് here this tangent represents a real number line. Okay, so here we consider tangent PAQ at the point of contact A. Okay, and this tangent represents a real number line. So A can be considered as a point on the tangent, that means on the real line which represent the real number 0. 0 represent ചെയ്യുന്ന point ആണ് A. So 0യുടെ മുകളിലുള്ള points positive, upward points positive real numbers ആണ്, downward points negative real numbers ആണ്. So നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻജന്റും റേഡിയസും perpendicular ആയിരിക്കുമെന്ന്. So ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് നമ്മൾ ഇവിടെ AP എന്ന ലൈനിനെ ഓക്കെ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റാപ്പ് ചെയ്യും along this unit circle.
ഈ ഒരു ലൈനെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഒന്ന് റാപ്പ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അറ്റ് സം പോയിന്റ് ഓൺ ദ സർക്കിൾ ദ ടാൻജന്റ് ലൈൻ, ദാറ്റ് മീൻസ് ദ വാല്യൂ 1 മേ ബി ടച്ചിങ് ഓൺ ദ സർക്കിൾ. ഇവിടെ പോയിന്റുകൾ ഉണ്ട്, ടാൻജന്റിൽ നമ്മൾ പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്. സോ നമ്മളിത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഇതിനെ റാപ്പ് ചെയ്യുമ്പോൾ ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർക്കിളിനെ ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഈ പോയിന്റ് ഞാൻ ബി എന്നെടുത്താൽ എ മുതൽ ബി വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഈ 1 യൂണിറ്റ് തന്നെ ആയിരിക്കും. സോ ആ പോയിന്റ് ഒരു ആംഗിൾ അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇത് യൂണിറ്റ് സർക്കിൾ ആണ്, റേഡിയസ് 1 യൂണിറ്റ് ആണ്, ആർക്കിന്റെ ലെങ്ത് 1 യൂണിറ്റ് തന്നെ വരും. ബിക്കോസ് നമ്മൾ ഈ ടാൻജന്റ് റാപ്പ് ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ ടച്ച് ചെയ്യുക. സോ ദാറ്റ് മീൻസ് എ ഈസ് ഫിക്സഡ്, ദാറ്റ് ഇസ് 0. സോ ഇവിടെ നിന്ന് ഇവിടം വരെ 1 യൂണിറ്റ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ലെങ്ത് ഓഫ് ദ ആർക്ക് 1 യൂണിറ്റ് ആകും. റേഡിയൻ മെഷർ 1 റേഡിയൻ മെഷർ ആകും. ഇനി ഇതിനെ ഈ സെയിം ടാൻജന്റ് ലൈനിനെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റാപ്പ് ചെയ്ത് വരുമ്പോൾ ഈ 2 എന്ന പോയിന്റ് സപ്പോസ് അത് ഇവിടെ ടച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എ മുതൽ ഈ പോയിന്റ് വരെയുള്ള ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആയിരിക്കും. സോ റേഡിയൻ മെഷർ ദെൻ ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അത് 2 റേഡിയൻ ആകും. തിരിച്ച് ടാൻജന്റ് ലൈനിനെ സപ്പോസ് നമ്മൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റാപ്പ് ചെയ്തത്. സോ ഒരു പോയിന്റിൽ, സർക്കിളിലെ ഒരു പോയിന്റിൽ ഈ റിയൽ ലൈനിലെ ടാൻജന്റിലെ 1 എന്ന് പറഞ്ഞ പോയിന്റ് ടച്ച് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആർക്കിന്റെ ലെങ്ത് 1 യൂണിറ്റ് ആയിരിക്കും, ഇതേ ഡിസ്റ്റൻസ് തന്നെ. സോ ഇവിടെ നമ്മൾ ആംഗിൾ ഫോം ചെയ്യുവാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. സോ ആർക്കിന്റെ ലെങ്ത് 1 യൂണിറ്റ്, റേഡിയസും 1 യൂണിറ്റ്. അങ്ങനെ വരുമ്പം റേഡിയൻ മെഷർ -1 റേഡിയൻ എന്ന് വരും. സോ വി ക്യാൻ സീ റിയൽ നമ്പർ 1 produces an angle 1 radian. Real number 2 produces an angle 2 radian. Real number -1 produces an angle, that is real number -1 produces an angle -1 radian. അതേപോലെ real number -2 produces an angle -2 radian. Like that. Okay. So each real number will produce an angle in radian measure. That's why we are saying radian measure and real numbers both can be considered as same. But they are not equal. Okay. Actually they are not equal, but they can be considered as same. So ഈ ഒരു പെർട്ടിക്കുലർ റിലേഷൻ ആണ് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. So relation between radian and real numbers എന്താണെന്ന് ചോദിച്ചാൽ we can say that radian measures and real numbers both can be considered as same. Real number 1 produces 1 radian, real number 2 produces 2 radian, real number -1 produces -1 radian, real number -2 produces -2 radian, and so on.